വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു അടിപൊളി ഡെസേർട്ട് പുഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. പാഷൻ ഫ്രൂട്ട് കൊണ്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പം നമുക്ക് നല്ല നാടൻ പാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഏരിയയിലോട്ടൊക്കെ മിക്ക വീടുകളിലും കാണുന്നൊരു ഫ്രൂട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ 2 ദിവസമായി നമുക്ക് കിട്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ചുളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ ഇത് കേടായിട്ടില്ല. പഞ്ചസാരയൊന്നും ചേർക്കാതെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. അതിനുള്ള അത്രയ്ക്കുള്ള പുളിയേ ഉള്ളൂ. ചിലതൊക്കെ നല്ല മധുരമായിരിക്കും. കണ്ടില്ലേ, നല്ല കളറൊക്കെ ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്യൂരി എല്ലാം ഒന്ന് ഫസ്റ്റ് ജ്യൂസെല്ലാം അതിൻ്റെ കംപ്ലീറ്റ് പാഷൻ ഫ്രൂട്ടിൻ്റെയും ഒരു പാത്രത്തിലോട്ട് മാറ്റാം. പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കി വിട്ടേച്ചാൽ മതി. പെട്ടെന്ന് തന്നെ കിട്ടും നമുക്ക് ജ്യൂസ്. അങ്ങനെ നമുക്ക് മൊത്തം പാഷൻ ഫ്രൂട്ടിൻ്റെ ഇതുപോലെ എടുക്കാം. നമുക്കൊരു 2 സ്പൂൺ പാഷൻ ഫ്രൂട്ട് ആദ്യം ഇതുപോലെ എടുത്തിട്ട് മാറ്റി വെക്കണം. ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ഫുൾ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. നമ്മളൊരു അരിപ്പയിലൂടെ നമുക്കിതിൻ്റെ ജ്യൂസും ഇതിൻ്റെ സീഡും സെപ്പറേറ്റ് ആക്കിയെടുക്കാം. മിക്സിയിലിട്ട് അടിക്കുകയൊന്നും വേണ്ട. നമ്മളിതുപോലൊരു അരിപ്പയിൽ ജസ്റ്റ് സ്പൂണും കൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ പ്യൂരിയും അതിൻ്റെ സീഡും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. നമുക്കിത് ഫുള്ള് അങ്ങനെ ജ്യൂസും അതുമൊന്ന് സെപ്പറേറ്റ് ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് ഷുഗർ ചേർക്കുന്നുണ്ട്. ഇതിനൊരു പുളിയൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ 1/2 കപ്പ് ഷുഗർ ചേർക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത്, ഇതിനൊരു ബൈൻഡിങ്ങിന് വേണ്ടി നമ്മൾ ചേർക്കുന്നത് ചൈന ഗ്രാസ് അല്ലെങ്കിൽ ജെലാറ്റിനാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ചൈന ഗ്രാസ് ആണ്. ഞാനിത് ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമുക്കിവിടെ നാട്ടിൽ നമുക്ക് ജെലാറ്റിൻ വാങ്ങിക്കാൻ കിട്ടും. ഫ്ലേവർ ഇല്ലാത്ത ജെലാറ്റിൻ വാങ്ങിക്കാൻ കിട്ടും. അത് ഇതുപോലെ തന്നെ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിനകത്ത് അരിച്ച് ചേർത്താൽ മതി. ചൈന ഗ്രാസ് ആദ്യം അത് മുങ്ങിക്കിടക്കത്തക്ക പാകത്തിൽ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഒരു 10 മിനിറ്റ് മുമ്പ് കുതിർത്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട്, വളരെ കുറച്ച് വെള്ളം മതി, വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. തരിയില്ലാതെ ഗ്ലാസ് പോലെ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഇത് ഇപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാനുള്ള ബാക്കി ചേരുവകളെല്ലാം കൂടെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. നമുക്ക് അത് ചെയ്യാം. ആദ്യം ഞാൻ ഒരു മിക്സി എടുക്കുന്നുണ്ട്. നമുക്കതിനകത്തോട്ട് ഓരോന്നും ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഏകദേശം 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം 1/2 കപ്പ് വീതമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് തേങ്ങാപ്പാലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ പാൽ നമ്മൾ ഇതിനകത്ത് ചേർത്താൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റാണ്. നമ്മൾ മെൽട്ടായി പോകും. അത്രയ്ക്ക് നല്ല പുഡിങ്ങാണ്. അപ്പം ഇതെല്ലാം കൂടി ഇനി ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് ആദ്യം അടിച്ചെടുക്കാം. ഇതൊന്ന് അടിച്ചതിന് ശേഷമാണ് നമ്മൾക്കിനിയും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കണം. അതും ഏകദേശം നമ്മൾ എടുത്തപ്പോഴത്തേക്കിന് 1/2 കപ്പുണ്ട്. എല്ലാം അപ്പോൾ 1/2 കപ്പ് കണക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പുഡിങ് ഉണ്ടാക്കാനും എളുപ്പമാണ്. നമ്മളൊരു 1/2 കപ്പ് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഇതിനോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ചൈന ഗ്രാസ് നമ്മൾ ചൂടോടെ തന്നെയാണ് ഇതിനകത്തോട്ട് അരിച്ചാണ് ചേർക്കുന്നത്. കണ്ടല്ലോ, ആ ചൂടോടെ തന്നെ അപ്പം തന്നെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ പുഡിങ്ങിൻ്റെ പാത്രം സെറ്റ് ചെയ്ത് വെച്ചേക്കണം. കാരണം ഇത് അപ്പം തന്നെ ചെയ്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചൈന ഗ്രാസ് തണുത്ത ഇതിലാകുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് അങ്ങ് സെറ്റാകും. നമുക്കിതൊന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പുഡിങ്ങിനുള്ള കംപ്ലീറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിനി പെട്ടെന്ന് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടിയായി പോകും. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ പാത്രത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കാം. കണ്ടല്ലോ, ഇപ്പം തന്നെ ഇതൊരു നല്ല തിക്ക് ഫോമായി. അതുകൊണ്ടാണ് പറഞ്ഞത് പെട്ടെന്ന് തന്നെ നമ്മളിത് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കട്ടിയായി പോവും. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെക്കണം. നമുക്ക് ഈ പുഡിങ്ങിൻ്റെ പുറത്തോട്ട് കുറച്ച് ഫ്രഷ് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചെന്ന് പറഞ്ഞല്ലോ, അതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. അതൊരു പുളിയും മധുരവും കൂടെ ചേരുമ്പോഴത്തേക്കിന് നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഇത് ഒഴിച്ചില്ലെങ്കിലും നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ മെൽട്ടായി പോകും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പുഡിങ്ങിന്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഇതിന് വലിയ കുക്കിംഗ് ടൈം ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടല്ലോ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു ഈസി റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.